ഹായ്, എൻ്റെ പേര് സോണിയ. വീട് കോട്ടയത്താണ്. ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ട് ആയത് 2013 ആണ്. 9 ഇയർ ആയിട്ട് നാട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. പിന്നെ ഖത്തറിന് പോയി. അവിടെ ചെന്നപ്പോൾ പക്ഷെ നമുക്ക് ഫാമിലിയെ കൊണ്ടുപോകാനായിട്ടൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്നാൽ ജർമ്മനി ചൂസ് ചെയ്ത് ലാംഗ്വേജ് പഠിക്കാമെന്ന് വിചാരിച്ചു. ഖത്തറിൽ വെച്ചിട്ട് ഞാൻ A1 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഡ്യൂട്ടിയും കാരണം ഇവിടുത്തെ നാട്ടിലെ ടൈമിങ്, നാട്ടിൽ നിന്നാണ് ഓൺലൈൻ ക്ലാസ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ടൈമിങ്ങിന്റെ ഇഷ്യൂസ് കാരണം ഞാൻ ഇങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ ബാക്കി A2 തൊട്ട് B2 വരെ നാട്ടിൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത ടെൻഷൻ വന്ന് നമുക്ക് ഏജൻസി ആണല്ലോ, എങ്ങനെ ഏത് ഏജൻസി ചൂസ് ചെയ്യും, അതൊരു ടെൻഷനായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഹൈറാങ്കെയർ സജസ്റ്റ് ചെയ്യുന്നത്. അവള് ഹൈറാങ്കെയർ ത്രൂ ആയിരുന്നു ജർമ്മനിക്ക് പോയത്. അവള് പറഞ്ഞ എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഹൈറാങ്കെയർ. നിനക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം ഹൈറാങ്കെയർ. അങ്ങനെ ഞാൻ ഹൈറാങ്കെയറിന് കോൺടാക്ട് ചെയ്തു. വെബിനാർ ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പ്രോസസ്സിങ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തരും. എന്നാലും ഞാൻ പിന്നെ വേറെ ഏജൻസികളൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പൊ അവർക്കൊക്കെ ഫീസ് പറയുന്നുണ്ടായിരുന്നു. ഹൈറാങ്കെയറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഹൈറാങ്കെയർ തന്നെ ചൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. എന്റെ കേസിൽ ഞാൻ 2013 പാസ് ഔട്ട് ആയതാണ്. ഇപ്പൊ ഇത്ര ആയി ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് ജർമ്മനിക്ക് പോകുന്നതിന് നമുക്ക് ഏജ് ഒരു ഇഷ്യൂ അല്ല. ഇഷ്യൂ എന്ന് പറയാൻ നമ്മൾ ലാംഗ്വേജ് പഠിക്കാന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിക്ക് പോകാൻ എന്തായാലും നമുക്ക് സാധിക്കും. ലാംഗ്വേജ് എന്തായാലും മസ്റ്റാണ്. നമുക്ക് ജർമ്മനി അതില്ലാതെ പോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നഴ്സിംഗ് തന്നെ ഇപ്പൊ ഏജ് ഗ്യാപ്പ് ഉള്ളവർക്കും ഒക്കെ ഈ ജർമ്മനി നമുക്ക് ചൂസ് ചെയ്യാം. ലാംഗ്വേജ് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ഹൈറാങ്കെയർ കോൺടാക്ട് ചെയ്യുക. നഴ്സിംഗ് ജർമ്മനിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നാട്ടിലാണെങ്കിലും നഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഞാൻ ഫുള്ളി റെക്കമെൻഡ് ചെയ്യുന്നു ഹൈറാങ്കെയർ നമുക്ക് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഞാനും എന്റെ ഫാമിലിയും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ജർമ്മനിക്ക് ഇന്ന് ഞാൻ പോവുകയാണ്. താങ്ക് യു ഹൈറാങ്കെയർ.